ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ ഇവിടെ നമ്മുടെ ചാനൽ നെയിമുകളും നമ്പറുകളും ഐക്കണുകളും ഇങ്ങനെ ഓടിക്കളിക്കുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. അതായത് ന്യൂസ് ചാനലിലൊക്കെ കാണുന്ന പോലെ. അപ്പോൾ പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ വീഡിയോ എഡിറ്ററിലൂടെ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന്. ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ചാനൽ നെയിമുകളും നിങ്ങളുടെ പേരുകളും വീഡിയോയിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് വീഡിയോ എഡിറ്റർ ഏതുമാകട്ടെ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് കൈൻ മാസ്റ്ററിലാണ്. കൈൻ മാസ്റ്റർ ഒരു നല്ലൊരു വീഡിയോ എഡിറ്ററാണ്. അതിൽ എങ്ങനെ ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് വീഡിയോയിൽ സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസുകളും കാണാൻ സാധിക്കും. ഞാനിവിടെ പുതിയ പ്രൊജക്റ്റ് തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് ഏത് സൈസാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ യൂട്യൂബ് സൈസായിട്ടുള്ള 16.9 തന്നെ ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ താഴെ ക്രിയേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. ലാൻഡ്സ്കേപ്പ് മോഡ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വെക്കണമെന്ന് ആവശ്യമില്ല, നമുക്ക് വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യാം. ഞാനിപ്പം ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് തന്നെ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇമേജ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇമേജിൻ്റെ ഭാഗം സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലാക്ക് കളർ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കുറച്ച് നമുക്കൊന്ന് വലുതായി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലെയറായിട്ട് ഇതിൽ ഒരു വീഡിയോ വെച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ ഈ ഭാഗത്ത് സെലക്ട് ചെയ്തു. ഇവിടെ ലെയർ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മീഡിയ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു വീഡിയോ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വീഡിയോ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യാം. വീഡിയോ നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ വീഡിയോയിൽ നമുക്ക് ടൈറ്റിൽ കൊണ്ടുവരണം. ഞാനിപ്പോൾ ഇതിൻ്റെ സൗണ്ട് കുറക്കാണ്. സൗണ്ട് കുറച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ വീഡിയോയിൽ നമുക്ക് ടൈറ്റിൽ കൊണ്ടുവരണം. അതിനായിട്ട് നമുക്ക് വീണ്ടും ഞാനൊന്ന് ബാക്ക് വരാണ്. ബാക്ക് വന്നിട്ട് ഇവിടെ ലെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടൈറ്റിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള ടൈറ്റിലുകൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് കുറച്ച് കീവേഡുകൾ മാത്രം ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. ആ കീവേഡുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വലുതായി കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ കളർ ഇപ്പം വൈറ്റിലാണുള്ളത്, അത് കൃത്യമായിട്ട് കാണുന്നില്ല. ഞാനിതിൻ്റെ കളർ മാറ്റാൻ വേണ്ടി കളർ എന്ന ഭാഗത്ത് ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം യെല്ലോ കളർ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുത്തു. ഇപ്പോൾ യെല്ലോ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. നമുക്ക് ആ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാക്കി മാറ്റി കൊടുക്കാം. ഇവിടെ ഞാനിപ്പം ബ്ലൂ കളർ സെലക്ട് ചെയ്തു. ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു. ഇപ്പോൾ അതിൻ്റെ കളർ ബ്ലൂ ആയിട്ടുണ്ട്. നമുക്കത് കട്ടി കൂട്ടണമെങ്കിൽ കട്ടി കൂട്ടാം, അല്ലെങ്കിൽ കുറക്കാം. അത് നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഭാഗം തന്നെ ഒന്നും കൂടി സെലക്ട് ചെയ്തിട്ട് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നിങ്ങൾ ഫുള്ളായി കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ആ ഒരു ബ്ലൂ കളർ കിട്ടുകയുള്ളൂ. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ കട്ടിയായിട്ടുള്ള ബ്ലൂ കളർ വന്നിട്ടുണ്ട്. പക്ഷേ രണ്ട് സൈഡും ഇവിടെ ഒഴിവായിട്ടാണ് കാണുന്നത്, അതായത് ഫുള്ളില്ല. ഇനി നമുക്ക് ഈ ഒരു പേര് നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റിൽ നിന്നും ലാസ്റ്റിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആ പേരൊന്ന് സെലക്ട് ചെയ്യാം. ആ പേരൊന്ന് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് വലുതായി കൊടുക്കാം. ഇപ്പോൾ കുറച്ച് വലുതായി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത്രത്തോളം വലുതായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പേരിൻ്റെ ഈ ഭാഗവും നമ്മൾ ഫില്ല് ചെയ്തില്ല. അതായത് രണ്ട് ഭാഗം ഒഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ ഫുള്ളാകുന്നത് വരെ വെക്കുക. ഞാൻ നിങ്ങൾക്ക് വലുതാക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാണ്. ഇത് സ്ക്രീനിൽ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ സ്ക്രീനിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതൊരിക്കലും ഓണാക്കരുത് കേട്ടോ. ഇത് ഓണാക്കുമ്പോൾ രണ്ട് സൈഡിലും ഈ ബ്ലൂ കളർ വലുതായിട്ട് വരും. അതുകൊണ്ട് ഞാനിത് ഓഫാക്കിയിട്ടാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇനി നമുക്ക് ഈ ഒരു പേര് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമുക്കിത് ആനിമേഷനായിട്ട് ഇങ്ങനെ വരുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പേര് നമുക്ക് ഫസ്റ്റ് ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഇവിടെ ലാസ്റ്റ് എൻഡിങ്ങിൻ്റെ അടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ആ ഒരു പേരിൻ്റെ ഭാഗം കാണുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും.
ചില മൊബൈലിൽ ഈ പ്ലസ് ഐക്കണിന് പകരം വേറൊരു ഐക്കൺ ആയിരിക്കും ഉണ്ടാകുക. എന്ത് തന്നെയായാലും ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ പ്ലസോട് കൂടിയിട്ടുള്ള ഒരു ഐക്കൺ വന്നിട്ടുണ്ടാവും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മൈനസ് ആയിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ പ്ലസ് ആണ്, മൈനസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ അത് മാർക്കായിട്ടും ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് നേരെ ഇതിൻ്റെ എൻഡിങ്ങിൽ വരാം. എൻഡിങ്ങിൽ വന്നിട്ട് എൻഡിങ്ങിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതായത് ഈ ടൈറ്റിലിൻ്റെ എൻഡിങ്ങിലാണ് കേട്ടോ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇവിടെ വീണ്ടും പ്ലസ് എന്ന് വന്നിട്ടുണ്ട്. അവിടെ വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ വീണ്ടും മൈനസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പേര് നമ്മൾ ടച്ച് ചെയ്തിട്ട് ലാസ്റ്റ് വരെ കൊണ്ടുവരാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇത് ലാസ്റ്റ് വരെ കൊണ്ടുവരാണ്. ഇവിടെ ആ പേര് ഞാൻ സെലക്ട് ചെയ്തു, ലാസ്റ്റ് വരെ കൊണ്ടുവരാണ്. ഇപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് വരില്ല. ലാസ്റ്റ് വരെ ഞാൻ കൊണ്ടുവന്നു. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാനിതൊന്ന് പ്ലേ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഫസ്റ്റിൽ നിന്നും ലാസ്റ്റിലേക്ക് അത് കൃത്യമായിട്ട് പോകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമുക്ക് താഴെ ആ ഒരു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് സെറ്റ് ചെയ്യുക. ഇപ്പോൾ അത് കഴിഞ്ഞു. ഇനി രണ്ടാമത് അത് വരണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത് ഇവിടെ ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ ഏറ്റവും മുകളിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡിങ്ങിൽ കൊണ്ടുവെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഞാൻ എൻഡിങ്ങിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഇതിന് ജോയിൻ്റ് ആകുന്ന രൂപത്തിൽ തന്നെ വെക്കണം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ അതിന് ജോയിൻ്റ് ആകുന്ന രൂപത്തിൽ, അതായത് ആർക്കും മനസ്സിലാകാത്ത രൂപത്തിൽ ഇങ്ങനെ ജോയിൻ്റ് ആകുന്ന രൂപത്തിൽ കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ജോയിൻ്റ് ആകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തിട്ട് കുറച്ച് പണിയുണ്ട്. അതിൻ്റെ രൂപത്തിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് പ്ലേ ആകുന്ന രൂപത്തിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ അത് അങ്ങോട്ട് ഓടിക്കളിക്കുകയാണ്. അപ്പോൾ അത് തീരുമ്പോൾ അടുത്ത ടൈറ്റിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് അതിൻ്റെ ബാക്കിൽ നിന്ന് എങ്ങനെ ഓടും. അങ്ങനെ നിങ്ങൾക്ക് ഓരോന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മൊത്തത്തിൽ ഈ ഒരു ടൈറ്റിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇതിൽ തന്നെ നമുക്ക് ഓരോ ഐക്കണുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ടൈറ്റിലിൻ്റെ കൂടെ നമുക്കിപ്പോൾ യൂട്യൂബിൻ്റെ ഐക്കൺ അല്ലെങ്കിൽ നമുക്ക് ഇമോജികൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് നമുക്ക് കൈമാസ്റ്ററിൽ സെറ്റ് ചെയ്യുന്നത് ഈ രൂപത്തിലാണ്. പല ആളുകളും ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തത്. ഇങ്ങനെയാണ് നമുക്കൊരു ടൈറ്റിൽ കൊടുത്തിട്ട് ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് ഓടിക്കളിക്കുന്ന ആ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നത് കൈൻമാസ്റ്ററിൽ ഈ ഒരു രൂപത്തിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.